അധികാരം കൈപ്പറ്റിയെങ്കിലും കേന്ദ്രത്തിൻ്റെ പൂർണ്ണ അധികാരി നരേന്ദ്രമോദി അല്ല. കാരണം ഭരിക്കാനുള്ള സീറ്റ് അവർക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പ്രധാനമന്ത്രി തൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയുടെ വായിലിരിക്കുന്നത് കേട്ടു. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്നാം മോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിമാർ വകുപ്പ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെയാണ് അതത് മന്ത്രാലയങ്ങളിലെത്തി അവർ ചുമതലയേറ്റു തുടങ്ങിയത്. അതിൽ ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പിൻ്റെ ചുമതല JDUവിൻ്റെ നേതാവ് ലാലൻ സിംഗ് എന്ന രാജീവ് രഞ്ജൻ സിംഗിനാണ്. തൻ്റെ മന്ത്രാലയത്തിൽ വന്ന് ചുമതല ഏറ്റെടുത്ത ലാലൻ സിംഗ് ആദ്യം തന്നെ പറഞ്ഞത് തൻ്റെ വകുപ്പിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരുത്തനും വരണ്ട എന്നുള്ളതാണ്. ഈ വകുപ്പിൽ BJP അജണ്ട അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യ ഘടകകക്ഷിയായ ജനതാദൾ യുവിൻ്റെ ഏക ക്യാബിനറ്റ് മന്ത്രിയുടെ തുടക്കം ഉടക്കോടെയായത് നരേന്ദ്രമോദിയെ വലിയ തരത്തിൽ അപമാനിതനാക്കി. മോദി സർക്കാർ എല്ലാ മന്ത്രാലയങ്ങളിലും നടപ്പാക്കാൻ നിർദ്ദേശിച്ച 100 ദിന അജണ്ട തൻ്റെ മന്ത്രാലയത്തിൽ ഉണ്ടാകില്ല എന്ന് ഫിഷറീസ്, മൃഗസംരക്ഷണ മന്ത്രാലയങ്ങളുടെ ചുമതലയേൽക്കാൻ കൃഷിഭവനിലെത്തിയ ജനതാദൾ യു മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ ലാലൻ സിംഗ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. അത് നരേന്ദ്രമോദിയുടെ കയ്യിൽ വച്ചാൽ മതിയെന്ന വ്യക്തമായ താക്കീതാണ് കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി 10 വർഷം ഭരിച്ചതുപോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ആരൊക്കെയോ കൂടി താങ്ങി നിർത്തുന്നതാണെന്നും ഓർക്കാതെ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രമന്ത്രിയെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതുപ്രകാരം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച ഉദ്യോഗസ്ഥൻ ആദ്യത്തെ 100 ദിവസത്തേക്കുള്ള അജണ്ട അത് നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് JDU മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. മോദി തീരുമാനിച്ച 100 ദിവസത്തെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന സന്ദേശം നൽകിയതോടെ ഉദ്യോഗസ്ഥർക്ക് തന്നെ കിട്ടി, അതിൽ കൂടുതൽ മോദിക്കും കിട്ടി. എന്തിനാണ് ഈ 100 ദിവസത്തേക്കൊരു അജണ്ട എന്ന് ചോദിച്ച കേന്ദ്രമന്ത്രി ലാലൻ സിംഗ് അത്തരമൊരു അജണ്ട ഇവിടെ ആവശ്യമില്ലെന്നും കഴിഞ്ഞ 10 വർഷത്തേക്കായിരുന്നു അജണ്ടയെന്നും എന്നാൽ ഇനി അടുത്ത 5 വർഷത്തേക്കുള്ള അജണ്ട അത് ഞാൻ തീരുമാനിക്കുമെന്നും ഉദ്യോഗസ്ഥനെ ഓർമ്മിപ്പിച്ചു. അതായത് കഴിഞ്ഞ 10 വർഷത്തെ പോലെ നരേന്ദ്രമോദി കൂടുതൽ ആളാവാൻ വരണ്ട എന്ന മുന്നറിയിപ്പാണ് കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്നത്. അതും ചുമതലയേൽക്കാനെത്തിയ തൻ്റെ സഹമന്ത്രിമാരായ കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യനെയും UPയിൽ നിന്നുള്ള SP സിംഗ് ബഗേലിനെയും ഇരുവശത്തും ഇരുത്തിക്കൊണ്ടായിരുന്നു ലാലൻ സിംഗ് സ്വന്തം ഭരണനിർവഹണ നിലപാട് അവിടെ വ്യക്തമാക്കിയത്. മോദിയുടെ അജണ്ടയല്ല നടപ്പാക്കുന്നത്, അത് നടപ്പാക്കുമ്പോൾ ഉടലെടുക്കുന്ന തടസ്സങ്ങൾ നീക്കുന്നതിലായിരിക്കും തൻ്റെ ശ്രദ്ധയെന്നും സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു. ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. നരേന്ദ്രമോദിക്ക് ഭരിക്കാനുള്ള അംഗബലമില്ല. താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പാർട്ടിയാണ് JDU. അവർക്കിപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണ്. ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി സ്ഥാനവും ഒപ്പം മറ്റൊരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും അവർക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പുമുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് വേണ്ടെന്നും മോദിയെ മൂക്കുകയറിട്ട് പിടിച്ച് നാണം കെടുത്തിയിട്ട് നശിപ്പിച്ചു മാത്രമേ അടങ്ങൂ എന്നുള്ളൊരു പ്രതിജ്ഞയാണ് JDU എടുത്തിരിക്കുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് കേന്ദ്രമന്ത്രി ആദ്യ ദിവസം തന്നെ രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. അതാണ് തക്കം പാർത്തിരിക്കാൻ ഇന്ത്യ മുന്നണിയും തീരുമാനിച്ചത്.